നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കപ്പലപകട നഷ്ടപരിഹാര ഡെസ്കിന്റെ തീരുമാനം അംഗീകരിക്കില്ലെന്ന് ധീവരസഭ. നാമമാത്രമായ നഷ്ടപരിഹാരം നിരസിച്ച് കോടതിയെ സമീപിക്കുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ദിനകരൻ. വീടും വസ്തുവും ഈടുവെച്ചെടുത്ത വായ്പാ തുക തിരിച്ചടച്ചില്ല. വായ്പയെടുത്ത വിമുക്തഭടൻ കുടുംബത്തെ ഉപേക്ഷിച്ചു. പ്രതിസന്ധിയിലായി വീട്ടമ്മയും 2 മക്കളും. ജപ്തി നടപടിയുമായി ബാങ്ക്. 1 കിലോ കഞ്ചാവുമായി 2 പേർ പിടിയിൽ. വള്ളികുന്നം സ്വദേശി സുരേഷ്, കച്ചാനം ഇലപ്പക്കുളം സ്വദേശി സവാദ് എന്നിവരാണ് പിടിയിലായത്. ശാസ്താംകോട്ട എക്സൈസ് സംഘമാണ് ഇവരെ പിടികൂടിയത്. കേരള വിഷൻ, സൗത്ത് വിഷൻ സ്റ്റാർ അവാർഡുകളുടെ 2ാം ഘട്ട വിതരണം നടത്തി. PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സഹകരണത്തോടെയാണ് 2ാം ഘട്ട അവാർഡുകൾ വിതരണം ചെയ്തത്. വിശദമായ വാർത്തകളിലേക്ക്. കപ്പലപകട നഷ്ടപരിഹാര ഡെസ്കിന്റെ തീരുമാനം അംഗീകരിക്കില്ലെന്ന് ധീവരസഭ. നാമമാത്രമായ നഷ്ടപരിഹാരം നിരസിച്ചുകൊണ്ട് കോടതിയെ സമീപിക്കുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ദിനകരൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ നീക്കവും തീരുമാനവും മത്സ്യത്തൊഴിലാളികളോട് കാണിക്കുന്ന കൊടും വഞ്ചനയായി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കപ്പലപകട നഷ്ടപരിഹാര ഡെസ്കിന്റെ തീരുമാനം അംഗീകരിക്കില്ലെന്ന് ധീവരസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ദിനകരൻ പറഞ്ഞു. നാമമാത്രമായ നഷ്ടപരിഹാരം മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യമേഖലയ്ക്കും നൽകാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത്തരത്തിലുള്ള നഷ്ടപരിഹാരം നിരസിക്കുകയാണ്. ഇതിനെതിരെ കോടതിയെ സമീപിക്കാൻ ധീവരസഭ ഉൾപ്പെടെയുള്ള മത്സ്യത്തൊഴിലാളി സംഘടനകൾ തീരുമാനിച്ചതായും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ നീക്കവും തീരുമാനവും മത്സ്യത്തൊഴിലാളികളോട് കാണിക്കുന്ന കൊടും വഞ്ചനയായി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എന്നും ഈ വസ്തുതകൾ മത്സ്യത്തൊഴിലാളികളെയും മത്സ്യമേഖലയെയും മറ്റുള്ളവരെയും സർക്കാരിനെയും ബോധ്യപ്പെടുത്തുന്നതിന് പ്രചാരണ പരിപാടികളും സമരപരിപാടികളും നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പക്ഷേ സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ മൗനം ദീക്ഷിക്കുകയാണ്. സാധാരണഗതിയിൽ ഇത്തര സംഭവങ്ങളുണ്ടായാൽ ഒരു കേസ് എടുക്കാറുണ്ട്. അതിനുപോലും സർക്കാർ തയ്യാറായിട്ടില്ല. ഈ അന്തർദേശീയ തലത്തിലുള്ള പ്രശ്നമായതുകൊണ്ട് അന്തർദേശീയ തലത്തിൽ തന്നെയാണ് ഈ പ്രശ്നം കൈകാര്യം ചെയ്യേണ്ടത്. പക്ഷേ നമ്മുടെ സമുദ്ര അതിർത്തിക്കുള്ളിലും വിഴിഞ്ഞം തുറമുഖത്തു നിന്ന് പുറപ്പെട്ട കപ്പലാണ്, കൊച്ചിയിലേക്ക് പോകാൻ വന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിന് കേസെടുക്കാനുള്ള എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ട്. പക്ഷേ സംസ്ഥാന ഗവൺമെൻറ് തീരുമാനം കേസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അത് കേരളത്തിലെ മത്സ്യമേഖലയോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു അനീതിയാണ്. ഇതുപോലെ 2 ദുരന്തങ്ങൾ ഉണ്ടായിട്ട് മത്സ്യമേഖല ആകെ തകർന്നൊക്കെ അറിയാമല്ലോ. മത്സ്യവുമായിപ്പോൾ കിട്ടുന്ന മത്സ്യം 20,000 നോട്ടിക്കൽ മൈലിനുള്ളിൽ നിരോധനം തന്നെയുമല്ല, ഇപ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ മത്സ്യബന്ധന ഉപകരണങ്ങളാണ് നഷ്ടപ്പെടുന്നത്. ഈ കണ്ടെയ്നറിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം തടിയടക്കം കിടപ്പുണ്ട്. എങ്ങും കടലിൽ വലയിടാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ പുന്നപ്രയിൽ 16 ലക്ഷം രൂപയുടെ വള്ളത്തിൻ്റെ വലയാണ് പൂർണ്ണമായും നഷ്ടപ്പെട്ടത്. പ്രതിപക്ഷ കക്ഷികളും ജനപ്രതിനിധികളും മത്സ്യത്തൊഴിലാളി സമൂഹത്തോട് നീതി പുലർത്താത്തതിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ജലാശയങ്ങളിൽ വീണുള്ള അപകടങ്ങൾ കുറയ്ക്കാൻ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം ലഭ്യമാക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. ജില്ലാ അക്വാട്ടിക് അസോസിയേഷൻ സംഘടിപ്പിച്ച ജില്ലാതല നീന്തൽ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ലാൽ ബഹദൂർ സ്റ്റേഡിയത്തിലെ സ്വിമ്മിംഗ് പൂളിന്റെ നിർമ്മാണം പുനരാരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നീന്തലിനോടൊപ്പം കൊല്ലം ജില്ലയിലെ മറ്റ് കായിക ഇനങ്ങൾക്ക് മികച്ച പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. ആശ്രാമം മൈതാനത്തിന് സമീപം ക്രിക്കറ്റ് പരിശീലനത്തിന് സൗകര്യമൊരുക്കി. ക്രിക്കറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കൊട്ടാരക്കരയിൽ ഉയരുന്ന സ്റ്റേഡിയത്തിനായി 50 ഏക്കർ സ്ഥലം ഏറ്റെടുത്തു. ഹോക്കി സ്റ്റേഡിയവും നിർമ്മിക്കും. കേരളത്തിൽ നിന്ന് ദേശീയ ഗെയിംസ്, ഒളിമ്പിക്, ഏഷ്യൻ ഗെയിംസ് തുടങ്ങിയ രാജ്യാന്തര മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തിയ 350-ലധികം കായിക താരങ്ങൾക്ക് സർക്കാർ തൊഴിൽ നൽകിയെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി കൂട്ടിച്ചേർത്തു. കൊല്ലം ജില്ലാ അക്വാട്ടിക് അസോസിയേഷൻ സംഘടിപ്പിച്ച ജില്ലാതല ജൂനിയർ, സബ് ജൂനിയർ നീന്തൽ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നമുക്ക് സാധാരണ കൊല്ലം ജില്ലയിൽ ഇല്ലാത്തത് ഈ നീന്തൽ നടത്തുവാനുള്ള ഇത്തരത്തിലുള്ള സ്വിമ്മിംഗ് പൂളുകൾ നമ്മുടെ കേരളത്തിൽ വളരെ കുറവാണ്. കുട്ടികളിപ്പോൾ നീന്തൽ മത്സരത്തിലേക്ക് പോകുന്നത് പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള കുളങ്ങളിൽ നീന്തി പരിശീലിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള നീന്തൽ കുളങ്ങളിലേക്ക് അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിലേക്ക് നാം പലപ്പോഴും പോകും. കായിക താരങ്ങൾക്ക് നമ്മുടെ തന്നെ ഗവൺമെന്റ് ഇതര ഡിപ്പാർട്ട്മെന്റുകളിൽ അവർക്ക് തൊഴിൽ കൊടുക്കുക. തൊഴിൽ കൊടുത്തിയ ഒട്ടേറെ ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പൊ അവരുടെയൊന്നും പേര് ഞാനിപ്പോൾ എടുത്തു പറയുന്നില്ല. നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റാവുന്ന ഇന്ന് പോലീസിലായാലും മറ്റിതര ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ തന്നെ
അവർ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ നീന്തൽ മത്സരത്തിൽ നമുക്ക് പങ്കെടുത്ത് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഒക്കെ പോകുന്ന കുട്ടികൾക്കും അത്തരത്തിലുള്ള അവസരങ്ങൾ. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എക്സ് ഏണസ്റ്റ് അധ്യക്ഷത വഹിച്ചു. അക്വാട്ടിക് അസോസിയേഷൻ പ്രസിഡന്റ് എൻ ജയലാൽ, സെക്രട്ടറി ആസാദ് അബ്ദുൽ കലാം, TIAC മാനേജർ R രതീഷ് കുമാർ, മുൻ രാജ്യാന്തര നീന്തൽ താരം S മണമയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ജനങ്ങളോട് പ്രതിബദ്ധതയില്ലാത്ത ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് നാട് ഭരിക്കുന്നതെന്ന് PC വിഷ്ണുനാഥ് MLA. നീണ്ടകര താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണം പൂർത്തീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് UDF നടത്തിയ പ്രതിഷേധ സമരത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചവറ MLAക്കും നാടിനോട് പ്രതിബദ്ധതയില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ജനങ്ങളോട് പ്രതിബദ്ധതയില്ലാത്ത ആരോഗ്യമന്ത്രിയാണ് നാട് ഭരിക്കുന്നതെന്നും ചവറ MLAക്കും ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയില്ലെന്നും PC വിഷ്ണുനാഥ് MLA കുറ്റപ്പെടുത്തി. നീണ്ടകര താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണം പൂർത്തീകരിക്കാത്തതിലും നിർമ്മാണത്തിലെ ക്രമക്കേട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടും UDF ചവറ നിയോജകമണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ സമരത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MLA. ഈ ഗവൺമെന്റിന്, ആരോഗ്യ വകുപ്പിന്, ഇവിടുത്തെ ജനപ്രതിനിധിക്ക് ജനങ്ങളോട് ഏതെങ്കിലും തരത്തിൽ അവരോടൊരു പ്രതിബദ്ധത ഉണ്ടായിരുന്നെങ്കിൽ ഒന്നാമത്തെ മുൻഗണന കൊടുത്ത് പരിഹരിക്കേണ്ട ഒരു പ്രശ്നമല്ലേ ഈ ആശുപത്രിയുടെ ഈ കെട്ടിട നിർമ്മാണം. അത് പൂർത്തിയാക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം ഇഴഞ്ഞു നീങ്ങുകയാണ്. ഓപ്പറേഷൻ തിയേറ്റർ അതിനുള്ളിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. അത് കാരണം ഓപ്പറേഷൻ നടക്കുന്നില്ല. UDF ജനപ്രതിനിധികളാണ് പ്രതിഷേധ സമരം നടത്തിയത്. സമാപന സമ്മേളനത്തിൽ KPCC സെക്രട്ടറി P ജെർമിയാസ്, ജസ്റ്റിൻ ജോൺ, പുഷ്പരാജൻ, തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ, UDF നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. വീടും വസ്തുവും ഈടുവെച്ച് ഭർത്താവ് എടുത്ത 1/2 കോടിയോളം രൂപയിൽ 1 രൂപ പോലും തിരിച്ചടച്ചില്ല. ഭർത്താവ് മുങ്ങിയതോടെ പ്രതിസന്ധിയിലായി അമ്മയും 2 മക്കളും. എരൂർ പഞ്ചായത്തിലെ ഭാരതീപുരം തുമ്പോടാണ് സംഭവം. വീടിപ്പോൾ ജപ്തിയുടെ വക്കിലാണ്. എൻ്റെ ചികിത്സയ്ക്ക് ഒന്നിനും പോകാൻ പറ്റാതെ എനിക്കിനിപ്പോൾ ഒരു ഓപ്പറേഷൻ പറഞ്ഞു, MRI പറഞ്ഞു, അതിന് 5000 രൂപയാണ്. അതിപ്പം ഏതാണ്ട് 1 വർഷമായി. പക്ഷെ അതുപോലും പോകാനുള്ള എൻ്റെ കയ്യിൽ സാമ്പത്തികം ഇല്ല. രണ്ടാമത്തെ മോനെ ഡയാലിസിസ് വന്നപ്പോഴത്തേക്ക് ഒരുപാട് പൈസ നമുക്കായ നാട്ടുകാരുടെ സഹായമൊക്കെ കൊണ്ടാണ് നമ്മൾ ജീവിച്ച് പോയത്. ഏരൂർ ഭാരതീപുരം തുമ്പോട് മിനി വിലാസത്തിൽ മിനിയുടെ വീടാണ് ജപ്തി ഭീഷണിയിലായിട്ടുള്ളത്. BTech ബിരുദ വിദ്യാർത്ഥികളായ 2 മക്കളോടൊപ്പം ബാങ്കിന്റെ കുടിയിറക്ക ഭീഷണിയിലായ ഇവർ ആകെ പ്രതിസന്ധിയിലാണ്. സൈനികനായ മിനിയുടെ ഭർത്താവ് ജോലിയിലിരിക്കെ 48 ലക്ഷത്തോളം രൂപയ്ക്ക് വീടും 20 സെന്റ് വസ്തുവും പണയം വെച്ച് അഞ്ചൽ SBI ശാഖയിൽ നിന്നും വായ്പ എടുത്തു. സൈന്യത്തിൽ നിന്ന് വിരമിച്ചതിനു ശേഷവും ഇയാൾ വായ്പാ തുക തിരികെ അടച്ചില്ല. ഇതേ തുടർന്നാണ് കുടുംബം ജപ്തി ഭീഷണിയിലായത്. അയാളെ വിശ്വാസത്തിലാണ് നമ്മളിവിടെ വന്നതും ഇതെൻ്റെ നാടാണ്. അപ്പോഴും നമ്മളെങ്ങനെ ചതിക്കുമെന്ന് നമ്മൾ അറിഞ്ഞിരുന്നില്ല. ഞാനും എൻ്റെ 3 മക്കളും അടങ്ങുന്നൊരു കുടുംബമായിരുന്നു. നമ്മൾ പോലും അറിയാതാണ് പുള്ളി പെൻഷനായി വന്നതും നമ്മളോട് പറഞ്ഞിട്ടൊന്നുമല്ല. പെൻഷനായി ആവുന്ന കാര്യം പോലും നമ്മളോട് പറഞ്ഞില്ല. ഇവിടെ വന്നു ഇവിടെ വസ്തു മേടിച്ച് 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി പെൻഷനായി കിട്ടിയ പൈസകളൊന്നും ഞങ്ങളോട് പറഞ്ഞതുമില്ല. എത്ര രൂപ കിട്ടിയെന്നോ എന്ത് ചെയ്യുന്നെന്നോ ഒന്നും നമ്മളോട് പറഞ്ഞില്ല. ബാങ്കിൽ ചെന്നപ്പോഴും ഒരു കടം 2 പേഴ്സണൽ ലോണായിട്ടാണ് പുള്ളി എടുത്തേക്കുന്നത്. പക്ഷേ അത് ഒന്നുപോലും അടയ്ക്കാൻ പുള്ളി തയ്യാറായില്ല. ആ വന്ന പൈസ എന്ത് ചെയ്തു, എങ്ങനെ ചെയ്തു എന്നും നമുക്കറിയത്തില്ല. പെൻഷനിൽ നിന്നും വായ്പാ തുക ഈടാക്കാൻ ബാങ്ക് അധികൃതർ ശ്രമം നടത്തിയെങ്കിലും ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകാത്തതിനാൽ അതും കഴിഞ്ഞില്ല. 1.5 വർഷം മുമ്പ് മിനിയെയും മക്കളെയും ഉപേക്ഷിച്ച് ഭർത്താവ് നാടുവിടുകയും ചെയ്തു. മിനിയുടെ 3 മക്കളിൽ ഒരാൾ പ്രമേഹ ബാധിതനായിരുന്നു. 1 വർഷം മുമ്പ് മകൻ മരിച്ചു. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു പെട്ടെന്നുള്ളൊരു അസുഖമായിരുന്നു വന്നത്. അതിൻ്റെ പരമായിട്ട് എനിക്കിപ്പം 3 ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നെ ഇപ്പം ഞാനിപ്പോൾ ഒരു നിത്യരോഗിയായിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് കൊളോസ്റ്റമി ബാഗും കാര്യങ്ങളൊക്കെ വെച്ചാണ് എൻ്റെ കാര്യങ്ങളൊക്കെ 1ഉം 2ഉം കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ രണ്ടാമത്തെ മോന് 5 വയസ്സ് മുതൽ ഷുഗർ ഉണ്ടായിരുന്നു. ആ ഇടയ്ക്ക് തന്നെയാണ് അയാൾക്കുള്ള കിഡ്നിയൊക്കെ ഫെയിലിയറായി ഡയാലിസിസ് തുടങ്ങി. ഒരു 9-10 മാസത്തോളം അയാളെ ഡയാലിസിസ് ചെയ്ത് ഡയാലിസിനെ തുടർന്ന് അയാൾ മരണപ്പെടുകയാണ് ചെയ്തത്. ഈ സമയം വന്നു മടങ്ങിയ ഭർത്താവിനെ കുറിച്ച് പിന്നീട് ഒരു വിവരവുമില്ലെന്നാണ് മിനി പറയുന്നത്. ഒരു മോൻ്റെ ഡയാലിസിസ് ഈ മിഷൻ ആശുപത്രി തുടങ്ങിയതിൻ്റെ അന്നാണ് പുള്ളി ഞങ്ങളെ കളഞ്ഞിട്ട് പോകുന്നത്. അതായത് ജൂലൈ 12-ാം തീയതി. ജൂലൈ 12-ാം തീയതി പോയാൽ പിന്നെ വരുന്നത് മോൻ്റെ മരണത്തിനാണ്. 1 വർഷം പുള്ളി പിന്നെ ആ കൊച്ചിൻ്റെ കാര്യം എന്താണെന്നോ എങ്ങനെ ഡയാലിസിസ് ചെയ്തെന്നൊന്നും
പുള്ളി അറിഞ്ഞിട്ടുമില്ല, പുള്ളി ചെയ്തിട്ടുമില്ല, ഒന്നുമില്ല. പിന്നെ പുള്ളി വരുന്നത് മരണത്തിന് വന്നു, അന്ന് തന്നെ പുള്ളി പോവുകയും ചെയ്തു. ഇതിനിടെ വായ്പാ തിരിച്ചടവ് മുടങ്ങിയതോടെ ബാങ്ക് മറ്റ് നടപടികളിലേക്ക് നീങ്ങി. പലതവണ നോട്ടീസുകൾ അയച്ചിട്ടും കൈപ്പറ്റാൻ ആളില്ലാതെ മടങ്ങി. ഒടുവിൽ ബാങ്ക് അധികൃതർ നേരിട്ട് വന്ന് കാര്യം പറയുമ്പോഴാണ് ഇത്രയധികം തുക വായ്പ എടുത്തിട്ടുള്ളതും മടക്കി അടച്ചിട്ടില്ല എന്നും മിനിയും മക്കളും അറിയുന്നത്. ഇനിയിപ്പം ബാങ്കുകാർ വിളിക്കുമ്പോഴും ബാങ്കിൽ നിന്ന് പേപ്പർ വരുന്നതും എല്ലാം പുള്ളിയുടെ പേർക്കായതുകൊണ്ട് നമുക്കൊന്നും അങ്ങനെ നമ്മളേലൊന്നും തരാത്തതുകൊണ്ട് നമുക്കറിയാനും പറ്റില്ല ഇത്രയും മാത്രം കടങ്ങളുണ്ടെന്നുള്ള കാര്യങ്ങൾ. അതൊക്കെയാണ്. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ചിലവും കാര്യങ്ങളും ഒക്കെ ഒരു കൊച്ചു പശുവുണ്ട്. പശുവിൻ്റെ ഇതിലാണ് ഞാൻ ഈ കൊച്ചുങ്ങൾ രണ്ടും കാര്യങ്ങളും എൻ്റെ നടന്നു പോകുന്നത്. അവർ രണ്ടുപേരും ആരും ജോലിക്കാരായില്ല. ₹1 പോലും ലഭിക്കാതായതോടെ ബാങ്ക് അധികൃതർ കോടതിയുടെ സഹായത്തോടെ ജപ്തി നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കോടതി ചുമതലപ്പെടുത്തിയ അഭിഭാഷകയും SBI റിക്കവറി വിഭാഗവും സ്ഥലത്തെത്തി മിനിയോടും മക്കളോടും വീടൊഴിയണമെന്ന് ആവശ്യപ്പെട്ടു. കോടതിയുടെ ഉത്തരവുണ്ടെന്നും ഇവർ വ്യക്തമാക്കി. സംഭവം അറിഞ്ഞെത്തിയ പൊതുപ്രവർത്തകർ ബാങ്ക് അധികൃതരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം 1 മാസം കൂടി സമയം അനുവദിച്ചിട്ടുണ്ട്. മിനി വിജയനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൃത്യമായി അറിയാവുന്നതാണ്. മിനി വിജയൻ 2 ബാഗുമായിട്ട്, അതായത് അവരുടെ മോഷനും യൂറിനും സെപ്പറേറ്റ് പോകുന്നതിന് വേണ്ടി 2 ബാഗുമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. മിനി വിജയൻ്റെ ഹസ്ബൻഡ് കഴിഞ്ഞ 1.5 വർഷക്കാലമായി ഇവരോടൊപ്പമില്ല. അദ്ദേഹം ഒരു മിലിറ്ററിക്കാരനായിരുന്നു. അദ്ദേഹം ഇവിടുന്ന് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കുട്ടി ഡയാലിസിസിന് വിധേയനായി സീരിയസ് ആയ ഒരു അവസ്ഥയിൽ ആയിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഈ കുട്ടികളെയും ഈ തള്ളയും കളഞ്ഞിട്ട് പോകുന്നത്. ഏകദേശം 50 ലക്ഷം രൂപയ്ക്ക് അടുത്ത് പേഴ്സണൽ ലോണും ഹൗസിംഗ് ലോണുമായി അഞ്ചൽ SBIയിൽ നിന്ന് ഇദ്ദേഹം എടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ റിക്കവറിയുടെ ഭാഗമായി സർഫാക്സി ആക്ട് അനുസരിച്ച് ആ വീട് റിക്കവർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്ന് ബാങ്കിലെ ഉദ്യോഗസ്ഥരിവിടെ വന്നിട്ടുള്ളത്. ഇവരുടെ ഒരു ദയനീയമായ അവസ്ഥ അവരോട് പറഞ്ഞപ്പോൾ ഉദ്യോഗസ്ഥർ ഒരു 40 ദിവസത്തേക്കുള്ള ഒരു ഗ്യാപ്പ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. 40 ദിവസത്തിനകത്ത് നിങ്ങൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ പൈസ ഇതിൻ്റെ ഡ്യൂസായിട്ടുള്ള പൈസയെങ്കിലും അടച്ചു തീർത്ത് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അനുവാദം കൊടുത്തിട്ടാണ് അവരിന്ന് ഈ റിക്കവറി നടപടികൾ അവസാനിപ്പിച്ച് ഇന്ന് പോകുന്നത്. എന്നാൽ 1 മാസം കഴിഞ്ഞാൽ എന്ത് എന്ന ചോദ്യമാണ് മിനിയുടെയും മക്കളുടെയും മുന്നിലുള്ളത്. ആരെങ്കിലും സഹായിക്കും എന്ന പ്രതീക്ഷയിലാണ് പൊതുപ്രവർത്തകരും നാട്ടുകാരും. ഇതിനിടെ ഭർത്താവിനെ കാണാനില്ലെന്നും ഇദ്ദേഹത്തെ കണ്ടെത്തണമെന്നും കാട്ടി ഇവർ റൂറൽ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ജപ്തി നടപടികളിൽ നിന്ന് സാവകാശം വേണമെന്നും തന്നെയും മക്കളെയും പെരുവഴിയിലാക്കരുതെന്നും ആവശ്യപ്പെട്ട നിയമസഭാ പെറ്റീഷൻ കമ്മിറ്റി, പട്ടികജാതി പിന്നോക്ക കമ്മീഷൻ, മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി എന്നിവർക്ക് പരാതിയും നൽകി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDFന്റെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ഓച്ചിറയിൽ പ്രകടനം നടത്തി. മധുര വിതരണവും നടന്നു. ഓച്ചിറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDFന്റെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചാണ് ഓച്ചിറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനവും മധുര വിതരണവും നടത്തിയത്. ആഹ്ലാദ പ്രകടനത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് BS വിനോദ് നിർവഹിച്ചു. കഴിഞ്ഞ 9 വർഷക്കാലത്തെ ഭരണം കേരളത്തിലെ ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിയിട്ട് വർഷങ്ങളായിരിക്കുന്നു. എല്ലാ മേഖലകളിലും അഴിമതി നിറഞ്ഞ ഭരണം, അതോടൊപ്പം തന്നെ അഹങ്കാരത്തിന്റെയും ദാർഢ്യത്തിന്റെയും പ്രതീകമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറിയിരിക്കുന്നു. സമരങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു. ഈ നാട്ടിലെ പാവങ്ങളായിട്ടുള്ള ആശാ വർക്കർമാർ നടത്തുന്ന സമരത്തെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ആ സമരത്തെ അപമാനിക്കാൻ, ആ സമരത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു തൊഴിലാളി പ്രസ്ഥാനം നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ സർക്കാർ, അതിനെതിരായിട്ടുള്ള മറുപടിയാണ് നിലമ്പൂരിലെ വോട്ടർമാർ, ജനാധിപത്യ വിശ്വാസികൾ നൽകിയിട്ടുള്ളത്. N. കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. പിണറായി സർക്കാരിന്റെ മരണമണി നമ്മുടെ പ്രിയപ്പെട്ട ബാപ്പൂട്ടി മുഴക്കിയിരിക്കുകയാണ്. അത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഏറ്റവും വലിയ സജ്ജീകരണം UDF തയ്യാറായി കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ വിജയാഹ്ലാദ പ്രകടനത്തിന്റെ മുന്നോടിയായിട്ട് പറയുവാനുള്ളത്. ഏറ്റവും വലിയ ദൂരത്തിന്റെ, ഏറ്റവും വലിയ അഹങ്കാരത്തിന്റെ, ഏറ്റവും വലിയ ദാർഢ്യത്തിന്റെ, ഏറ്റവും വലിയ കൊടിയ വഞ്ചനയുടെ ഏറ്റവും പരിപാവനമായ നമ്മുടെ നിയമസഭ ഏറ്റവും പാവഭംഗിലമാക്കിയതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പിണറായി സർക്കാർ എന്നുള്ള കാര്യത്തിൽ യാതൊരുമായ തർക്കവുമില്ല. അയ്യാണിക്കൽ മജീദ്, കയ്യാലത്തറ ഹരിദാസ്, സത്താർ ആശാന്റെ യത്ത, മെഹർഖാൻ ചേന്നല്ലൂർ,
ബേബി വേണുഗോപാൽ, കൃഷ്ണൻകുട്ടി, ഗീതാ രാജു, മിനിപ്പനൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ഓക്സിജന്റെ പത്തനാപുരം ഷോറൂമിൽ മോഷണ ശ്രമം. മണിക്കൂറുകൾക്കുള്ളിൽ മോഷ്ടാവിനെ പിടികൂടി. ഷട്ടർ പൊളിച്ച് മോഷണ ശ്രമം നടത്തിയ അന്തർജില്ലാ മോഷ്ടാവിനെയാണ് പത്തനാപുരം പോലീസ് പിടികൂടിയത്. ഓക്സിജന്റെ പത്തനാപുരം ഷോറൂമിലാണ് ഷട്ടർ പൊളിച്ച് മോഷണ ശ്രമം നടന്നത്. ശനിയാഴ്ച പുലർച്ചെ 2-നും 4-നും ഇടയിലുള്ള സമയത്താണ് സ്ഥാപനത്തിന്റെ പിന്നിലെ ഷട്ടർ പൊളിച്ച് മോഷണ ശ്രമം നടത്തിയത്. ഷട്ടർ പൊളിച്ചെങ്കിലും മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നതിനാൽ മോഷ്ടാവിന് അകത്ത് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. പത്തനാപുരം പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. CCTV ദൃശ്യങ്ങൾ ലഭ്യമായെങ്കിലും ഹെൽമെറ്റ് ധരിച്ചിരുന്നതിനാൽ ആളെ വ്യക്തമായിരുന്നില്ല. തുടർന്ന് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിന്റെ ഫലമായാണ് പത്തനാപുരം നടുക്കുന്ന് ഭാഗത്ത് പ്രവർത്തിക്കുന്ന A1 വാട്ടർ സർവീസ് സ്ഥാപനത്തിലെ ജോലിക്കാരനായ ആലപ്പുഴ തകഴി വിരിപ്പാല അരുൺ നിവാസിൽ 27-കാരനായ അരുണാണ് മോഷ്ടാവെന്ന് മനസ്സിലാക്കിയത്. തുടർന്ന് സർവീസ് സ്റ്റേഷനിൽ നിന്നും ഇയാളെ പിടികൂടുകയായിരുന്നു. പതിവ് പോലെ ജോലിക്കെത്തുകയും ആർക്കും സംശയം തോന്നാത്ത വിധം ഇടപഴകുകയും ചെയ്തിരുന്നു ഇയാൾ. SHO ബിജുവിന്റെ നേതൃത്വത്തിൽ SI ശരലാൽ, ഗ്രേഡ് SI ദിലീപ് ഖാൻ, CPOമാരായ ബോബിൻ, രാജീവ്, ഹരിപ്രസാദ് എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് ഇയാളെ പിടികൂടിയത്. മറ്റു ജില്ലകളിൽ നിന്നും വന്ന് ജോലി ചെയ്യുന്നവർ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നതിനാൽ പ്രദേശവാസികളല്ലാത്തവർക്ക് സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി നൽകുമ്പോൾ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുമെന്ന് പത്തനാപുരം SI ശരലാൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. 1 കിലോ കഞ്ചാവുമായി 2 പേർ പിടിയിൽ. വള്ളികുന്നം സ്വദേശി സുരേഷ്, കറ്റാനം ഇലപ്പുകുളം സ്വദേശി സവാദ് എന്നിവരെയാണ് ശാസ്താംകോട്ട എക്സൈസ് സംഘം പിടികൂടിയത്. കൂടെയുണ്ടായിരുന്ന ഒരാൾ ഓടി രക്ഷപ്പെട്ടു. ഇരുചക്ര വാഹനവും കസ്റ്റഡിയിലെടുത്തു. സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന 1.25 കിലോഗ്രാം കഞ്ചാവുമായാണ് 2 പേരെ എക്സൈസ് സംഘം പിടികൂടിയത്. ഒരാൾ ഓടി രക്ഷപ്പെട്ടു. മാവേലിക്കര കടുവിനൽ സുമേഷ് ഭവനിൽ സുരേഷ്, ശൂർനാട് വടക്ക് നടുവിലെ മുറിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന കറ്റാനം ഇലിപ്പുകുളം താഹിറ മൻസിലിൽ സവാദ് എന്നിവരെയാണ് ശാസ്താംകോട്ട റേഞ്ച് എക്സൈസ് സംഘം പിടികൂടിയത്. ശൂർനാട് വടക്ക് തെക്കേമുറി സ്വദേശി മുൻഷീർ ഓടി രക്ഷപ്പെട്ടു. ഞായറാഴ്ച സന്ധ്യയോടെ ഗിരിപുരം റോഡിൽ വെച്ചാണ് ഇരുവരും എക്സൈസിന്റെ പിടിയിലായത്. ശൂരനാട് കണ്ണമ്മം ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ ഒരു രഹസ്യവിവരത്തെ തുടർന്നാണ് നമ്മൾ ആ പരിശോധന കണ്ടക്ട് ചെയ്തത്. ആ പരിശോധനയിൽ മുൻ NDPS കേസിലെ ഇവിടുത്തെ സ്ഥിരം പ്രതിയായ ഉല്ലാസ് പൂങ്കാറ്റ് എന്ന് പറയുന്ന ഉല്ലാസ് എന്നാണ് അറിയപ്പെടുന്ന ആളാണ്. പക്ഷെ പൂങ്കാറ്റ് എന്നാണ് വിളിപ്പേര്. അദ്ദേഹം ഒരാൾക്ക് കഞ്ചാവ് കൈമാറ്റം ചെയ്യാനായിട്ട് സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് നടത്തിയ പരിശോധനയിൽ 2 പേരെ, ഏകദേശം സുരേഷ്, സവാദ് എന്നീ 2 പേരെ പ്രതിയാക്കി നമ്മളൊരു കേസെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഉല്ലാസ് ആ സംഭവ സ്ഥലത്ത് നിന്ന് നമ്മളെ വെട്ടിച്ച് ഓടിപ്പോയി. അപ്പോൾ അവനെ നമ്മുടെ പാർട്ടി പിന്തുടർന്നെങ്കിലും ഉല്ലാസിനെ പിടികൂടാൻ സാധിച്ചില്ല. പൂങ്കാറ്റ് എന്നാണ് അവനെ അറിയപ്പെടുന്നത്. അവൻ സ്ഥിരം പ്രതിയാണ്. സ്കൂട്ടറിൽ കരുതിയ കഞ്ചാവുമായി ചെറുകിട കച്ചവടക്കാർക്ക് കൈമാറാൻ കാത്തു നിൽക്കവെയാണ് ഇരുവരും പിടിയിലാകുന്നത്. പിന്നീട് ഈ സവാദ് മറ്റേ സുരേഷ് എന്ന് പറയുന്ന വേറൊരു പ്രതിക്ക് വള്ളിക്കുന്നം ഭാഗത്തൊക്കെ മുൻ കഞ്ചാവ് കേസിലെ പ്രതിയാണ്. ഒരു 6 കിലോ ഉൾപ്പെട്ട കേസിലെ പ്രതിയാണ്. മാവേലിക്കര ഭാഗത്ത് ഉൾപ്പെട്ട ഒരു പ്രതിയാണ്. മാവേലിക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള NDPS കേസിൽ ഉൾപ്പെട്ട പ്രതിയാണ് സുരേഷ് എന്ന് പറയുന്നത്. പിന്നെ സവാദ് ഇപ്പോൾ പുതുതായിട്ട് ഈ ഫീൽഡിലോട്ട് വന്ന ആളാണ്. ഈ കഞ്ചാവ് കൈമാറ്റം ചെയ്യുന്നതിന് ഇവരുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ആളാണ്. അപ്പോൾ ഇവർ 3 പേരും കൂടെ ഈ സാധനം കഞ്ചാവ് കൈമാറ്റം ചെയ്യുന്നതിലേക്കായിട്ട് കൊണ്ടുവന്നപ്പോഴാണ് ഇവർക്ക് ഈ ഉല്ലാസ് പൂങ്കാറ്റിനും സവാദിനും നൽകുന്നതിനേക്കായിട്ട് സുരേഷ് എന്ന് പറയുന്ന ആൾ വള്ളിക്കുന്നം സ്വദേശിയാണ് കഞ്ചാവ് കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇവരെ 3 പേരെയും ക്ലബ് ചെയ്ത് നമ്മൾ കേസ് എടുത്തിട്ടുള്ളത്. ഇവർ സഞ്ചരിച്ചു വന്ന ഇരുചക്ര വാഹനവും കസ്റ്റഡിയിലെടുത്തു. എക്സൈസ് സംഘത്തിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലാകുന്നത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ജയകുമാർ, അജയൻ, പ്രിവന്റീവ് ഉദ്യോഗസ്ഥരായ വിജു, അശ്വന്ത്, സിവിൽ ഓഫീസർമാരായ സുജിത്, അതുൽ, നിഷാദ്, വിഷ്ണു, രാകേഷ്, വനിതാ സിവിൽ ഓഫീസർ നീതു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. നമുക്കിപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ നടത്തിയ പരിശോധന ഇപ്പോൾ ഈ തൊട്ടടുത്ത സമയത്ത് തന്നെ നമ്മളൊരു MDMA കേസ്, പിന്നെ നൈട്രോസിമം ടാബ്ലറ്റ്, അങ്ങനെയൊക്കെയുള്ള കുറേ കേസുകൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടെടുത്തിട്ടുണ്ട്. ഈ സ്കൂൾ തുറക്കുന്നതോടൊക്കെ അനുബന്ധിച്ച് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും മറ്റുള്ളവർക്കുമൊക്കെ ലാക്കാക്കി ആയിരിക്കാം ഒരു പക്ഷേ ഇവർ കൊണ്ടുവരുന്നതിനെക്കുറിച്ചൊക്കെ കൂടുതൽ നമ്മൾ അന്വേഷണം നടത്താനായിട്ടിരിക്കുകയാണ്. തുടർന്നും ഈ ഭാഗങ്ങളിൽ കൂടുതൽ ശക്തമായ നമ്മൾ നിരീക്ഷണം നടത്തുന്നതും മികച്ചതായ കേസുകൾ കണ്ടെടുത്താൻ ശ്രമിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.
ലിംക ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ 1.5 വയസ്സുകാരനെ അനുമോദിച്ചു. പുനലൂർ കേളൻകാവ് അഭിജിത്ത് ഭവനിൽ ആദർശ് മോഹൻ ദേവിചന്ദ്ര ദമ്പതികളുടെ മകൻ അയ്യാൻഷ് ആദർശിനെയാണ് അനുമോദിച്ചത്. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയാണ് അനുമോദനം സംഘടിപ്പിച്ചത്. പുസ്തകത്തിൽ നോക്കി പറയുന്നത് കണ്ടിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ പഠിപ്പിച്ചാൽ കൊള്ളാമെന്നൊരു ഐഡിയ തോന്നിയത്. അങ്ങനെ കുറച്ച് പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ച് പഠിപ്പിച്ചപ്പോൾ എല്ലാം പെട്ടെന്ന് പഠിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിനെ പറ്റി അറിഞ്ഞ് അതിനെ അപേക്ഷിച്ച് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ വസ്തുക്കളുടെ പേര് പറഞ്ഞ ലിംക ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ പുനലൂർ കേളൻകാവ് അഭിജിത്ത് ഭവനിൽ ആദർശ് മോഹൻ ദേവിചന്ദ്ര ദമ്പതികളുടെ മകൻ അയ്യാൻഷ് ആദർശിനെയാണ് അനുമോദിച്ചത്. കുഞ്ഞുനാൾ മുതലേ അനിമൽസിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ അവൻ്റെ ചേച്ചി അർത്തിഷയുടെ ടെക്സ്റ്റ് ആയിരുന്നു അവൻ നോക്കുന്നത്. അത് കണ്ട് ആദ്യം പഠിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ പഠിക്കുമെന്ന്. അങ്ങനെ പിന്നെ ഓരോ ബുക്കൊക്കെ വാങ്ങിച്ച് പഠിക്കാൻ തുടങ്ങി. അവൻ ഒരു വട്ടം തന്നെ പഠിക്കും കേട്ടാൽ. അനിമൽസ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, വെഹിക്കിൾസ്, ബോഡി പാർട്സ്, പിന്നെ പാട്ടുകൾ ഇപ്പം എല്ലാം അറിയാം. അങ്ങനെ ഒരു കാര്യം കണ്ട അവൻ തന്നെ പറയും, അമ്മ പഠിപ്പിക്കാൻ പറയും. അങ്ങനെ പഠിപ്പിച്ചതാ. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ആദരവ്. വായനാ ദിനത്തിന്റെ ഭാഗമായുള്ള ബുക്കുകളും വിതരണം ചെയ്തു. ഇന്ത്യൻ ബുക്ക് റെക്കോർഡിൽ ഇടം പറ്റിയിട്ടുള്ള അയ്യാൻഷ് ആദർശ് എന്ന നമ്മുടെ കുഞ്ഞോമന 1.5 വയസ്സിൽ അവൻ ഇടം പറ്റിയതാണ്. അപ്പം മോൻ്റെ ആ ഒരു ബുദ്ധിയും ആ കഴിവും അറിവും ഒക്കെ കണ്ടുപിടിക്കാൻ മാതാപിതാക്കൾക്കാണ് കൂടുതൽ സാധിക്കുക. അതിന് പ്രത്യേകം അവൻ്റെ അമ്മയ്ക്കും അച്ഛനുമാണ് നമ്മൾ അംഗീകാരം ആയിട്ട് കൊടുക്കേണ്ടത്. മോൻ്റെ ബുദ്ധിയും കഴിവും ചെറുപ്പത്തിൽ തന്നെ 1 വയസ്സായപ്പോൾ തന്നെ അവന് ഇന്ന കഴിവുകൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ അമ്മയ്ക്ക് സാധിച്ചു, അച്ഛൻ സാധിച്ചു. അതിൻ്റെ പേരിൽ അവനിപ്പം ഇറക്കാട് ബുക്കിൽ ഇടം നേടാനും സാധിച്ചു. നമ്മുടെ നാടിൻ്റെ ഒരു അഭിമാനം ഈ കുഞ്ഞോമന എൻ്റെ ഈ വാർഡിലെ ഒരു അഭിമാനമായി മാറിയിരിക്കുകയാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മോന് ഉന്നതങ്ങളിലെത്താൻ സാധിക്കട്ടെ. ഈ കുടുംബത്തിന് എല്ലാവിധ ഭാവങ്ങളും ഞാൻ നേരുന്നു. അവരുടെ സ്റ്റേജ് മൈൽ സ്റ്റോൺ, അതുപോലെ ഫ്രം ബർത്ത് ടു മൈൽ സ്റ്റോൺ അസസ്മെൻറ്റ് അസസ് ചെയ്തത് ബർത്ത്, പ്രീ സ്കൂള്, അതുപോലെ തന്നെ ഇൻഫൻറ്റ്, ടോഡ്ലർ, പ്രീ സ്കൂൾ, സ്കൂൾ ഏജ്. അപ്പോഴും ഓരോ ടൈമിലും അവരവരുടേതായിട്ടുള്ള കഴിവുകൾ, അതായത് ഈ ടോഡ്ലർ പീരീഡിലാണ് സാധാരണ ഒരു പ്രീ സ്കൂൾ അല്ലെങ്കിൽ ടോഡ്ലർ പീരീഡിലാണ് കുഞ്ഞുങ്ങൾ ഈ കളേഴ്സ് മേക്കൗട്ട് ചെയ്യുന്നതും 1 to 50 കൗണ്ട് ചെയ്യാൻ പഠിക്കുന്നതും അച്ഛനെയും അമ്മയും വിളിക്കുന്നത്, അങ്ങനെയുള്ള ഒരു സ്റ്റേജ് വരുന്നത്. പക്ഷേ ഈ കുഞ്ഞിൻ്റെ മൈൽ സ്റ്റോൺ ഒത്തിരി ഏർലി ഇതാണ്. കാരണം അത്രമാത്രം ബുദ്ധിയും അതിനുള്ള ഒരു അത് നമ്മൾ അഭിമാനിക്കേണ്ടത് ആ കുഞ്ഞിനെ എൻ്റെ അച്ഛനും അമ്മയ്ക്കുമാണ് നമ്മൾ ശരിക്കും അഭിനന്ദനം രേഖപ്പെടുത്തേണ്ടത്. കോൺഗ്രസ് പുനലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സി വിജയകുമാർ, മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ക്യാപ്റ്റൻ സരസ്വതി പ്രകാശ്, മഹിളാ കോൺഗ്രസ് പുനലൂർ ബ്ലോക്ക് പ്രസിഡന്റും കൗൺസിലറുമായ കെ കനകമ്മ, വാർഡ് പ്രസിഡന്റ് രാജേന്ദ്രൻ, INTUC കൺവീനർ ഗോപാലകൃഷ്ണപിള്ള, വൈസ് കൺവീനർ രവീന്ദ്രൻപിള്ള, ചന്ദ്രബാബു എന്നിവർ പങ്കെടുത്തു. ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ ഏറ്റവും വേഗതയേറിയ സമയത്ത് പച്ചക്കറികൾ ഉൾപ്പെടെയുള്ള 32 ഐറ്റംസിൻ്റെ പേരുകൾ വളരെ പെട്ടെന്ന് പറഞ്ഞ ഈ കൊച്ചുമിടുക്കൻ അയ്യാൻഷ് ആദർശിന് ലിംക ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിക്കാൻ അവസരം ലഭിച്ചിരിക്കുകയാണ്. 2 വയസ്സേ ഉള്ളൂ എങ്കിലും എന്തോ അഭിപ്രായവ്യാസം ഉണ്ടെന്ന് തോന്നുന്നു വയസ്സ് സംബന്ധിച്ച്. പക്ഷേ ഈ 2 വയസ്സിനിടയിൽ ഇത്രയും ഓർമ്മശക്തി നിൽക്കുന്ന ഒരു അംഗീകാരമാണ് ഇപ്പം ലിംക ബുക്ക് ഓഫ് റെക്കോർഡ് എമ്പാടുമുള്ള ഇത്തരത്തിലുള്ള വളരെ പ്രത്യേകതകളുള്ള ആളുകളെ സെലക്ട് ചെയ്യുന്ന ഒരു സമിതിയുടെ അംഗീകാരം ലഭിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് വളരെ അംഗീകാരമാണ് നമ്മുടെ നാട്ടില്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ മുസ്ലിം അസോസിയേഷൻ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫും നടത്തി. പുനലൂർ മുസ്ലിം അസോസിയേഷനാണ് വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തത്. പുനലൂർ വിസ്മ മാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫ് നടത്തി. SSLC, +2 പരീക്ഷകളിലും പുനലൂർ നഗരസഭാ പ്രദേശത്തെ ജമാഅത്തുകളിലെ വിദ്യാർത്ഥികളെയും ബിരുദാനന്തര റാങ്ക് ജേതാക്കളെയും ആത്മീയ പഠനരംഗത്തെ യുവ പണ്ഡിതരെയുമാണ് അനുമോദിച്ചത്. കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ ഓർഗനൈസിംഗ് സെക്രട്ടറി കടക്കൽ ജുനൈദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു.
നാം നേടിയ വിദ്യ കൊണ്ട്, നാം നേടിയ പുരോഗതികൾ കൊണ്ട്, ശാസ്ത്ര പുരോഗതി കൊണ്ട്, വിവര സാങ്കേതിക വിദ്യയുടെ പുരോഗതി കൊണ്ട് എന്താണ് ലോകത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചു നോക്കിൻ. എന്തുകൊണ്ട് നിർമ്മാണാത്മകമായ ഒരു മേഖലയിൽ നിന്നും സംഹാരാത്മകമായ ലോകത്തിന് നാശം വിതയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ലോകം മാറുന്നു? ഭരണാധികാരികൾ ചിന്തിക്കുന്നു, എന്തേ തിരുത്താൻ സാധിക്കുന്നില്ല? എച്ച് നാസറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. എച്ച് അബ്ദുൾ റഹീം സ്വാഗതം പറഞ്ഞു. മുഹമ്മദ് ബിലാൽ അമാനുള്ള ഖിറാത്തിന് നേതൃത്വം നൽകി. ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫ് PS സുബാൽ MLA നിർവഹിച്ചു. ഇന്നത്തെ സമൂഹത്തിൽ ഭരണഘടനയിലൂടെ ചില മറുപടിയാണ് നമ്മൾ നൽകുന്നത്. നമ്മുടെ സമൂഹം, നമ്മുടെ രാജ്യം, ആ രാജ്യത്തെ സംബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ദൗർഭാഗ്യകരമായ സംഭവങ്ങളോട് നമുക്ക് യോജിക്കുക. നമ്മുടെ രാജ്യം ഒരു മതേതര രാഷ്ട്രമാണ്. വ്യത്യസ്തമായിട്ടുള്ള ഭാഷകൾ സംസാരിക്കുന്നവരും, വ്യത്യസ്തമായ ഭക്ഷണ രീതിയുള്ളവരും, വ്യത്യസ്തമായിട്ടുള്ള വസ്ത്രധാരണ രീതി അവലംബിക്കുന്നവരും, വിവിധ സംസ്കാരം പേറുന്നവരും ഒക്കെ ഉള്ള ഒരു സമൂഹമാണ്. ആംബുലൻസ് കോർഡിനേറ്റർ അൻസാരി ബാബു ആംബുലൻസിന്റെ താക്കോൽ ഏറ്റുവാങ്ങി. ഡോക്ടർ RV അശോകൻ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. ഡോക്ടർ ലൈലയും ഞാൻ മാത്രമായിട്ടുള്ള ഒരു പ്രാക്ടീസ് ആയിട്ട് യഥാർത്ഥത്തിൽ ലൈല ഡോക്ടറാണ് കുറെ കൂടെ പുനലൂരിൽ കുറെ കൂടെ പ്രിയപ്പെട്ടത്. നമ്മളൊരു കല്യാണത്തിന് പോയാൽ ഈ കല്യാണത്തിൽ നമ്മൾ ഒറ്റയ്ക്കായിപ്പോ ഇവര് പെണ്ണുങ്ങളെല്ലാം ലൈല ഡോക്ടറെ കൊണ്ടുപോകും. കാരണം 10-20-28,000 ഡെലിവറികളാണ് ഡോക്ടർ ലൈനായിട്ടുള്ളത്. ഞാൻ ഈ പുനലൂരിൽ കടന്നു വന്നതിന് നമ്മൾ വേറൊരു സംസ്ഥാനത്തിലെന്ന് പറഞ്ഞാൽ പോലും ഞങ്ങൾ അങ്ങനെ ഒരു അന്യരായിട്ട് ഒരിക്കൽ പോലും ഈ പുനലൂർക്കാർ കരുതിയിട്ടില്ല. എച്ച് സലിംരാജ്, സജീവ് BSK, S ലത്തീഫ്, മെഹബൂബ് ജാൻ, സിറാജ് പുനലൂർ, A നദീർകുട്ടി, സൈനുലാബുദ്ദീൻ, M മുഹമ്മദ് ഇല്യാസ്, മിർസ ഇസ്മയിൽ, R നസീർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കേരള വിഷൻ, സൗത്ത് വിഷൻ സ്റ്റാർ അവാർഡുകളുടെ രണ്ടാം ഘട്ട വിതരണം PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സഹകരണത്തോടെയാണ് രണ്ടാം ഘട്ട അവാർഡുകൾ വിതരണം ചെയ്തത്. SSLC+2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ കേരള വിഷൻ ഉപഭോക്താക്കളുടെ മക്കളെയാണ് ആദരിച്ചത്. കൊല്ലം ജില്ലയിലെ കേരള വിഷൻ ഉപഭോക്താക്കളിലെ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായാണ് കേരള വിഷൻ, സൗത്ത് വിഷൻ പ്രഥമ വിദ്യാഭ്യാസ പുരസ്കാരം, സ്റ്റുഡന്റ് സ്റ്റാർ അവാർഡുകൾ വിതരണം ചെയ്തത്. അവാർഡ് വിതരണത്തിന്റെ രണ്ടാം ഘട്ടം PC വിഷ്ണുനാഥ് MLA നിർവഹിച്ചു. വിജയങ്ങളുടെ തുടക്കമായി ഈ അംഗീകാരങ്ങൾ മാറട്ടെ എന്നും ആശംസിക്കുകയാണ്. കേരള വിഷൻ 30 ലക്ഷത്തോളം അംഗങ്ങളുള്ള, വരിക്കാരുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖമായ ഈ രംഗത്ത് വൻ ശക്തിയായി മാറിയിരിക്കുകയാണ്. 5000-ഓളം പ്രാദേശിക കേബിൾ സംരംഭങ്ങളുടെ കൂട്ടായ്മ ഇന്ന് വളർന്ന് പടർന്ന് പന്തലിച്ച് വലിയൊരു വിജയ മാതൃകയായി മാറിയിരിക്കുകയാണ്. ഒരുപാട് കോർപ്പറേറ്റ് മത്സരങ്ങളുടെ ഇടയിലാണ് ആ പ്രതിസന്ധികളെയെല്ലാം കാലാകാലങ്ങളിൽ അതിജീവിച്ച് ഈ വലിയ നേട്ടം കൈവരിക്കാൻ കേരള വിഷന് കഴിഞ്ഞത്. പട്ടത്താനം ഭാരതരാജ്ഞി പാരിഷ് ഹാളിലായിരുന്നു പുരസ്കാര വിതരണം. 2 ഘട്ടങ്ങളിലായാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. രാവിലത്തെ സെഷനിൽ മന്ത്രി ജെ ചിഞ്ചുറാണിയായിരുന്നു പുരസ്കാര വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ജനങ്ങളെ കേവലം ഉപഭോക്താക്കൾ മാത്രമായി കാണാതെ അവരെ ചേർത്ത് നിർത്തി വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്ക് ജനകീയ ബദൽ എന്ന നിലയിലുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് കേരള വിഷൻ, സൗത്ത് വിഷൻ, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സഹകരണത്തോടെ സ്റ്റുഡന്റ് സ്റ്റാർ അവാർഡുകൾ ഏർപ്പെടുത്തിയത്. സൗത്ത് വോയിസ് ചെയർമാൻ P ബിനു അധ്യക്ഷത വഹിച്ചു. 2 സെക്ഷനായിട്ടാണ് നമ്മൾ ഈ പരിപാടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. 2 സെക്ഷൻ, ആദ്യത്തെ സെക്ഷൻ ഒരു 350ഓളം കുട്ടികളെ മണ്ഡലം ബേസ് ചെയ്ത് അടിസ്ഥാനത്തിലാണ് നമ്മൾ ആദ്യത്തെ സെക്ഷൻ. അതിനുശേഷം ഉച്ചയ്ക്ക് 2 മണിക്ക് അടുത്ത സെക്ഷൻ ആരംഭിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളാണ് ആമുഖമായി ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്. കൊല്ലം ജില്ലയിലെ സംബന്ധിച്ചിടത്തോളം 3 ലക്ഷം കണക്ടിവിറ്റി ഉണ്ട്. നമ്മൾ എല്ലാ ഓപ്പറേറ്റർ ബേസിലും ഒക്കെ നല്ല രീതിയിൽ സേവനം നൽകി വരുന്നുണ്ട്. കേരള വിഷൻ്റെ സപ്പോർട്ട് വളരെയധികം നല്ല രീതിയിൽ പൊതുസംവിധാനത്തിന് നമുക്ക് ലഭിക്കുന്നുണ്ട്. സൗത്ത് വോയിസിനെ സംബന്ധിച്ചിടത്തോളം 3 ലക്ഷം, ഞാൻ പറഞ്ഞതുപോലെ 3 ലക്ഷം കണക്ടിവിറ്റിയും കൊല്ലം ജില്ലാ ചാനലായ സൗത്ത് വിഷനും നമ്മൾ ഇവിടുന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
മാനേജിംഗ് ഡയറക്ടർ ബിനു ശിവദാസ് സ്വാഗതം പറഞ്ഞു. നമ്മൾ മാത്രമല്ല, നമ്മുടെ അടുത്ത തലമുറയെ നമ്മൾ അതിനുവേണ്ടി പഠിപ്പിക്കുകയാണ്. അതിനുവേണ്ടി അവരെ നമ്മൾ പ്രഷർ ചെയ്യുന്ന എങ്ങനെയാ, ആ സംസ്കാരത്തിലേക്ക് നിങ്ങൾ മാറണം എന്നുള്ളതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞ 1-2 വർഷമായി കേരളത്തിന്റെ മാതാപിതാക്കൾ വല്ലാണ്ട് വേദനിക്കുന്നുണ്ട്, വല്ലാതെ അവർ നൊമ്പരപ്പെടുന്നുണ്ട്. കാരണം എൻ്റെ അടുത്ത തലമുറ എൻ്റെ നിയന്ത്രണങ്ങൾക്കപ്പുറത്തേക്ക് എൻ്റെ നാടിൻ്റെ സംസ്കാരത്തിലേക്ക്, എൻ്റെ നാടിൻ്റെ സംസ്കാരവും നൈർമല്യവും ഞാൻ പിന്തുടർന്നു വന്ന ആ പാരമ്പര്യവും ഒക്കെ വിട്ടിട്ട് എൻ്റെ ഒരു തലമുറ മറ്റൊരു ലോകത്തേക്ക് ചേക്കേറുന്നു. അത് ഈ നാട് വേണ്ടാത്തവരായി, അവരുടെ മാതാപിതാക്കളെ വേണ്ടാത്തവരായി, അവരുടെ ഈ നാടിൻ്റെ സ്നേഹവും നൈർമല്യവും സംസ്കാരവും വേണ്ടാത്തവരായി അവർ മറ്റൊരു പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. അതിനേക്കാൾ ഏറെ ദുഃഖകരമായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത് ആ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഒരു തലമുറ അവർക്ക് മറ്റൊരു തലത്തിൽ അവരുടെ ജീവിതത്തെ ആസ്വദിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, സിഡ്കോ പ്രസിഡന്റ് K വിജയകൃഷ്ണൻ, സൗത്ത് വോയിസ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ സുരേഷ് ബാബു, കുര്യാക്കോസ് വൈദ്യർ K, താജുഗോപാൽ GS, നൌഷാദ് E, സാജൻ S, അനിൽകുമാർ K, മുരളീകൃഷ്ണൻ M, അജി G, ശ്രീജിത്ത് S പിള്ള, ലുലു K, ഷിബു P, തിലകരാജ് V, അഫ്സൽ V, രാജീവ് കുഴിയം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. അശാസ്ത്രീയമായ ഓട നിർമ്മാണം, ഇതേ തുടർന്ന് റോഡ് വെള്ളക്കെട്ടിലായി. തഴവ ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡിലെ കറുത്തേരിമുക്ക മൂനാണ്ടയിൽ റോഡാണ് വെള്ളക്കെട്ടിലായത്. തഴവ ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡിലെ കറുത്തേരിമുക്ക് മൂനാണ്ടയിൽ റോഡിന്റെ വശങ്ങളിലാണ് അശാസ്ത്രീയമായി ഓട നിർമ്മിച്ചതെന്നാണ് പരാതി. ഇതോടെ നിരവധി വീടുകളും റോഡും വെള്ളക്കെട്ടിലായി. ജില്ലാ പഞ്ചായത്ത് 2019-20 സാമ്പത്തിക വർഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗുരുമന്ദിരം ജംഗ്ഷൻ മുതൽ തെരുവിലേത്തുകുളം വരെ ഓട നിർമ്മാണത്തിനായി 10 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ ചിലരുടെ താൽപര്യപ്രകാരം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ സ്വാധീനിച്ച് ഗുരുമന്ദിരം മുതൽ കറുത്തേരി ജംഗ്ഷൻ വരെ വീണ്ടും 10 ലക്ഷം രൂപ കൂടി അനുവദിപ്പിച്ച് 20 ലക്ഷം രൂപ ആകെ വിനിയോഗിച്ചാണ് ഓട നിർമ്മിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. രൂക്ഷമായ വെള്ളക്കെട്ടുണ്ടാകുന്ന പ്രദേശത്താണ് ഓട നിർമ്മിച്ചത്. എന്നാൽ വെള്ളം ഓടയിലൂടെ ഒഴുകിപ്പോവുകയില്ല എന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. അശാസ്ത്രീയമായ ഓട നിർമ്മാണത്തെ നാട്ടുകാർ എതിർത്തെങ്കിലും ഭരണ സ്വാധീനം മൂലം ചിലർ തീരുമാനം അട്ടിമറിക്കുകയായിരുന്നെന്ന ആക്ഷേപവുമുണ്ട്. ചില പ്രാദേശിക കക്ഷികളുടെ താല്പര്യം കണക്ക് ആ ഫണ്ട് ഗുരുവന്ദനം മുതൽ താഴെ നിന്ന് മുകളോട്ട് വെള്ളം ഒഴുകത്തക്ക രീതിയിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ 10 ലക്ഷത്തോടെ ചേർത്ത് 20 ലക്ഷം രൂപയുടെ ഒരു ഓട നിർമ്മാണം വെറും അശാസ്ത്രീയമായ രീതിയിൽ ഗുരുവന്ദനം മുതൽ കർത്തേരി ജംഗ്ഷൻ വരെ നടത്തിയിരിക്കുകയാണ്. അതിൻ്റെ പരിണത ഫലമാണെന്ന് 100 കണക്കിന് വാഹനങ്ങൾ സഞ്ചാരയോഗ്യമാക്കിയിട്ടുള്ള ഈ റോഡ് വെള്ളക്കെട്ടാൽ യാത്ര ദുസ്സഹമായി കിടക്കുന്നത്. ഇതിനെതിരെ ശക്തമായ ബഹുജന പ്രക്ഷോഭം തയ്യാറാക്കി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ചില വ്യക്തി താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അശാസ്ത്രീയമായ ഓട നിർമ്മാണം നടത്തി പലകുറി പരാതിപ്പെട്ടിട്ട് പോലും ഒരു നടപടിയും സ്വീകരിക്കാതെ സ്വന്തം താല്പര്യങ്ങൾ മാത്രം സംരക്ഷിച്ചുകൊണ്ട് നടത്തിയ ഈ ഓട നിർമ്മാണമാണ് ഇത്രയും ദുസ്സഹമായ രീതിയിൽ ഈ റോഡിൻ്റെ അവസ്ഥയായത്. ഇതിനെതിരെ ശക്തമായ ബഹുജന പ്രക്ഷോഭം തന്നെ സംഘടിപ്പിക്കുമെന്ന് അറിയിക്കുകയാണ്. ശരിക്കും പ്രായോഗികമല്ലാത്ത ഓട നിർമ്മാണത്തിൻ്റെ ഒരു ഫലമാണ് ഇന്നിവിടെ ഈ ജനങ്ങൾ അനുഭവിക്കുന്നത്. കർത്തേരി ജംഗ്ഷനിൽ നിന്ന് ഗുരുമന്ദിരം വരെയുള്ള ഓട നിർമ്മാണം ശരിക്കും അവിടുന്ന് ഇങ്ങോട്ട് വെള്ളം ഒഴുകേണ്ട ഒരു അവസ്ഥയാണ് ഉള്ളത്. പക്ഷേ ശാസ്ത്രീയമല്ലാത്ത നിർമ്മാണത്തിൻ്റെ ഒരു പരിണിത ഫലമാണിത്. ശരിക്കും തീർത്തും പ്രതിഷേധാർഹമാണ്. ശക്തമായിട്ട് ഇതിനൊരു പരിഹാരം അധികാരികൾ ഉണ്ടായിട്ടില്ലെങ്കിൽ ശക്തമായ ബഹുജന പ്രക്ഷോഭം തന്നെ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. MLA ഫണ്ട് വിനിയോഗിച്ചാണ് റോഡ് സഞ്ചാരയോഗ്യമാക്കിയത്. എന്നാൽ ഓട നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം വെള്ളക്കെട്ടുണ്ടായതിനാൽ റോഡ് തകരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ സാഹചര്യത്തിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. റോഡിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ ശാസ്ത്രീയമായ നടപടിയുണ്ടാകണമെന്ന് SNDP ശാഖായോഗം ഭാരവാഹികളും നാട്ടുകാരും ആവശ്യപ്പെട്ടു. ഇന്ന് എനിക്ക് സ്വയമായിട്ട് ഒരു മാർക്കറ്റിൽ പോകാനോ എൻ്റെ സ്ഥാപനത്തിലോട്ടോ പോകാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല. ഞങ്ങളുടെ വീട് മൊത്തവും ബാത്റൂം കവിഞ്ഞൊഴുകയാണ്. അച്ഛനും അമ്മയും പ്രായം ചെന്നവരാണ്. അതുപോലെ ഈ പരിസരത്തുള്ള മുതിർന്നവർക്ക് വെളിയിലിറങ്ങാൻ പറ്റുന്നില്ല. എല്ലാവരും രോഗശയ്യ കിടക്കുകയാണ്. പ്രായമായ മനുഷ്യർ ഒരു ആശുപത്രി കൊണ്ടുപോകാൻ പോലും ഒരു വണ്ടി ഓടിച്ച് ഞങ്ങൾക്ക് ഈ റോഡിൽ കൂടെ കൊണ്ടുവരാൻ പറ്റുന്നില്ല. 3 വർഷം കൊണ്ട് ഞങ്ങൾ ഈ കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയത്തിൽ ആരൊക്കെ മുൻഗണന അവരത് പാസ്സായി പോകുന്നത്. നിരപരാധിയായ ഞങ്ങളെപ്പോലുള്ള
ഈ ആൾക്കാരെ തിരിഞ്ഞു നോക്കാൻ ആരുമില്ല. ഈ പരിസരത്തുള്ള കുട്ടികളെ പ്രായമുള്ള അമ്മമാർ തോളയിലും ഏണത്തും എടുത്തുകൊണ്ട് അത് അടുത്തുള്ള ബസ്സിനകത്ത് കൊണ്ടുവന്ന് കയറ്റുന്നത്. അവർക്ക് ന്യൂസ് ബ്യൂറോ തഴവ. മദർ തെരേസ പാലിയേറ്റീവ് കെയർ ഉദ്ഘാടനം ചെയ്തു. CPM പിറവന്തൂർ എലിക്കാട്ടൂർ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് പാലിയേറ്റീവ് കെയർ ഉദ്ഘാടനം ചെയ്തത്. അനുമോദനം, ആദരവ് എന്നിവയും സംഘടിപ്പിച്ചു. CPM എലിക്കാട്ടൂർ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് എലിക്കാട്ടൂർ വാർഡിൽ മദർ തെരേസ പാലിയേറ്റീവ് കെയർ ഉദ്ഘാടനം ചെയ്തത്. ഇതോടനുബന്ധിച്ച് പ്രതിഭകൾക്ക് അനുമോദനവും നൽകി. SLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയാണ് അനുമോദിച്ചത്. മികച്ച കർഷകർ, സർക്കാർ ജോലിയിൽ നിന്നും വിരമിച്ചവർ, വാർഡിലെ ഹരിതസേന ജീവനക്കാർ, ആശാപ്രവർത്തകർ എന്നിവർക്കാണ് ആദരവ് നൽകിയത്. കേരള ഷോപ്പേഴ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബോർഡ് ചെയർമാൻ K. രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഇവരെ ചികിത്സിക്കാനും അവരെ സഹായിക്കാനും ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനം നമ്മളെ അന്വേഷിച്ച് അവരിരിക്കുന്ന നിലയിലേക്ക് നമ്മളോടുള്ള ബന്ധം സ്ഥാപിക്കുന്നത്. ഒരു തരത്തിലും തിരിഞ്ഞു നോക്കാൻ കിടക്കുന്ന ആളുകളെ നമുക്ക് അവിടെ ചെന്ന് സഹായിക്കുന്നത് പറഞ്ഞാൽ വലിയ കാര്യം. അപ്പൊ അവര് നമ്മളെ നോക്കിയിരിക്കും. പലരും ആളുകൾ വന്നില്ലല്ലോ, എന്നെ വിളിപ്പിച്ചില്ലല്ലോ, അല്ലെങ്കിൽ എന്നെ ആശുപത്രി കൊണ്ടുപോയില്ലല്ലോ. അങ്ങനെ ഒരു ബന്ധം നമ്മൾ അവരുമായിട്ടുണ്ടാവും. ആ ബന്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഇതെല്ലാം നടക്കും. ഇത് നമുക്കത് അറിയാതെ സഹായത്തിനാണ് ജനങ്ങൾ തരും. മനുഷ്യർ ഒരു സാമൂഹ്യ ജീവിയാണ്. സന്തോഷ് വിജയൻ അധ്യക്ഷത വഹിച്ചു. അനിൽ സോമരാജൻ സ്വാഗതം പറഞ്ഞു. ഉദ്ഘാടകനായി വരുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഈ പരിപാടിയിൽ ആദരവായി സ്വാഗതം ചെയ്തു. അടുത്തത് സഖാവി അദ്ദേഹം ജില്ലാ കമ്മിറ്റിയുടെ ആശംസാ പ്രസംഗത്തിനായി എത്തിയിരിക്കുന്നവർ അദ്ദേഹത്തെ ഞാൻ ആദരവായി സ്വാഗതം ചെയ്തു. അടുത്തത് സഖാവിയെ നിർമ്മിച്ച CPM ജില്ലാ കമ്മിറ്റിയുടെ അദ്ദേഹത്തെയും ഞാൻ ആദരവായി സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നദീർ മുഹമ്മദ് CPM ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹം പരിപാടിയിൽ ആദരവായി സ്വാഗതം ചെയ്യുന്നു. CPM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ B. അജയ്കുമാർ, N. ജഗദീശൻ, ബിജു K. മാത്യു, ഏരിയ സെക്രട്ടറി നജീബ് മുഹമ്മദ് H, ഏരിയ കമ്മിറ്റി അംഗം K. ബാബു, ജില്ലാ കമ്മിറ്റി അംഗം കർബൂർ വർഗീസ്, പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R. സോമരാജൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി G. രതീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം അനന്തുപിള്ള, മഹിളാ സംഘം വില്ലേജ് സെക്രട്ടറി വിജയമ്മ, രാജൻ, അജീഷ്, മഞ്ജു പ്രിൻസ്, R. മധുമോഹനൻ നായർ, ജയപ്രകാശ് പവിഴം എന്നിവർ പങ്കെടുത്തു. ശാരീരിക പ്രശ്നങ്ങളുമായി തന്നെ ജീവിതം മുന്നോട്ട് നീക്കുന്നവർക്ക് തണലാണ്. അവരെ സഹായിക്കുവാൻ അങ്ങനെയുള്ള ഒരു സംവിധാനം അവർക്ക് വേണമെങ്കിൽ നമ്മൾ കൊടുക്കുക. അതൊക്കെ ഇനി ഇതിന്റെ ആരംഭം നമ്മൾ ചെറിയ ധനസഹായങ്ങളാണ് കൊടുക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് വരും ദിനങ്ങളിൽ നമ്മൾ അവർക്ക് വേണ്ട മെഡിക്കൽ സഹായങ്ങൾ എത്തിക്കുക, മെഡിക്കൽ എക്യുപ്മെന്റ്സ് എത്തിക്കുക, ആംബുലൻസ് സർവീസുകൾ ഏർപ്പെടുത്തുക. അതുപോലെ തന്നെ മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മളുടെ വാർഡുകളിൽ പോയി അവരുടെ മെഡിക്കൽ ചെക്കപ്പ് നടത്താനുള്ള സംവിധാനങ്ങൾ. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം 25-ന് ആലപ്പുഴയിൽ നടക്കും. ആലപ്പുഴ ജെൻഡർ പാർക്ക് ഹാളിൽ സമ്മേളനം H. സലാം MLA ഉദ്ഘാടനം ചെയ്യും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം 25-ന് ആലപ്പുഴ ജെൻഡർ പാർക്ക് ഹാളിൽ നടക്കും. H. സലാം MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് V. A. സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ ആലപ്പുഴ ജില്ലാ കൗൺസിൽ സമ്മേളനം ഈ മാസം 25-ാം തീയതി ബുധനാഴ്ച രാവിലെ ജെൻഡർ പാർക്ക് ഹാളിൽ വെച്ച് നടക്കുകയാണ്. സമ്മേളനം വിജയിപ്പിക്കുന്നതിൻ്റെ പ്രാഥമിക കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു വച്ചിരിക്കുകയാണ്. ഒരു സംഘടനാ സമ്മേളനം എന്നുള്ള നിലയ്ക്ക് അത് എത്രയും മെച്ചപ്പെട്ട നിലവാരത്തിൽ നടത്തുവാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കരനായ അമ്പലപ്പുഴ MLA H. സലാം അവറുകളാണ്. സമ്മേളനത്തിലെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമ്മളുടെ പ്രിയങ്കരനായ നേതാവ് A. ഷുക്കൂർ അവറുകളാണ്. നിർത്തലാക്കിയ ക്ഷാമബത്ത പുനഃസ്ഥാപിക്കുക, പെൻഷൻ വർധനവ് നടപ്പാക്കുക, ഇടക്കാല ആശ്വാസം അനുവദിക്കുക, ആരോഗ്യ ഇൻഷുറൻസ് നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങളടങ്ങിയ നിവേദനം പെൻഷൻ ബോർഡിനും സർക്കാരിനും നൽകിയിട്ട് 2 വർഷത്തിലേറെയായിട്ടും യാതൊരു തീരുമാനവും ആകാത്തത് സമ്മേളനം ചർച്ച ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ സമ്മേളനം നടക്കുന്നതിൻ്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ സംഘടനാപരമായി ഞങ്ങളുടെ അവകാശ സംരക്ഷണത്തിനുള്ള സമരവേദികളിൽ നിന്നാണ് ഞങ്ങൾ ഈ സമ്മേളനങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഞങ്ങളുടെ അവകാശ സമരങ്ങളെ സംബന്ധിച്ച്
വളരെ നാൾക്ക് മുൻപ് തന്നെ ഗവൺമെൻറ്റിൻ്റെയും പെൻഷൻ ബോർഡിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നാളിതുവരെ അതിനൊരു പരിഹാരം കണ്ടെത്തുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇന്ന് ഞങ്ങൾ എത്തി നിൽക്കുന്നത് ഒരു സമരമുഖത്താണ്. കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുൻപ് എന്തെങ്കിലും ചെറിയ ഒരു ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലുണ്ട്. അതിനുശേഷം നിലവിലുള്ള ആനുകൂല്യങ്ങളൊക്കെ തന്നെ മരവിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. PS സിദ്ധാർത്ഥൻ, K മോഹനൻ, P കൃഷ്ണമൂർത്തി, D രാജൻ എന്നിവർ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. വീടിന്റെ താക്കോൽ കൈമാറി. സേവാഭാരതിയും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് നടപ്പാക്കുന്ന തലചായ്ക്കാൻ ഒരിടം പദ്ധതിയിൽ നിർമ്മിച്ച വീടിന്റെ താക്കോലാണ് കൈമാറിയത്. കരുനാഗപ്പള്ളി കുലശേഖരപുരത്താണ് വീട് നിർമ്മിച്ചത്. ഓച്ചിറ ചങ്ങൻകുളങ്ങര ശിവഭവനത്തെ ശിവരാജൻ, ഭാര്യ സൗമ്യ, മകൾ ശിവനന്ദ എന്നിവർ അടങ്ങിയ കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകിയത്. RSS കൊല്ലം ഗ്രാമജില്ലാ സംഘചാലക് R മോഹനൻ, സഹസംഘചാലക് മഹാദേവൻ എന്നിവർ ചേർന്ന് വീടിന്റെ താക്കോൽ കൈമാറി. എല്ലാവരെയും നമ്മുടെ സമാജത്തിൽ ഒരുമിപ്പിച്ച് ഒത്തൊരുമിച്ച് ഒരേ നിലയിൽ എല്ലാ ആൾക്കാരെയും കൊണ്ടുവരിക എന്നുള്ളതാണ് സേവാഭാരതിയുടെ ധർമ്മം. അതിന് വേണ്ടിയിട്ട് സേവാഭാരതി നടത്തുന്ന ഇതേപോലുള്ള കാര്യങ്ങൾക്ക് നമുക്കറിയാം. സേവാഭാരതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്തും ഒക്കെ തന്നെ ഏറ്റവും മുന്നിൽ ഏറ്റവും ആദ്യം ഓടിയെത്തുന്ന സേവാഭാരതിയാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങളൊക്കെ തന്നെ കിട്ടുന്നത് വളരെ താമസിച്ചിട്ടായിരിക്കും. കാരണം ഗവൺമെൻറ്റിൻ്റെ സഹായങ്ങൾ അത് കിട്ടുക എന്നുള്ളതിലേക്ക് നമുക്ക് നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. സേവാഭാരതിയും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് തലചായ്ക്കാൻ ഒരിടം എന്ന പദ്ധതി പ്രകാരം കേരളത്തിൽ നിർമ്മിക്കുന്ന 1000 വീടുകളിൽ കൊല്ലം ജില്ലയിലെ 5ാമത്തെ വീടാണിത്. 10 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചായിരുന്നു വീടിന്റെ നിർമ്മാണം. സേവാഭാരതി താലൂക്ക് കോർഡിനേറ്റർ ജോയ് ടി, കുലശേഖരപുരം യൂണിറ്റ് പ്രസിഡന്റ് വാമദേവൻ കോതേരി, സെക്രട്ടറി G മഹാദേവൻ, IT കോർഡിനേറ്റർ രാജേശ്വരി, വാർഡംഗം അഭിലാഷ്, RSS വിഭാഗ് സമ്പർക്ക പ്രമുഖ് S രാജേഷ്, ജില്ലാ സഹകാര്യവാഹ് ഓമനക്കുട്ടൻ, വ്യവസ്ഥാ പ്രമുഖ് ഗിരീഷ്, താലൂക്ക് സംഘചാലക് ഡോക്ടർ G രഘു, കാര്യവാഹ് സുനിൽ, ശ്രീകുമാർ മനോജ്, കണ്ണൻ ചങ്ങൻകുളങ്ങര, അരുൺ, അനന്തു അനിൽ വാഴപ്പള്ളി, ബിജു കുറുങ്ങപ്പള്ളി, വേണു സ്വരാജ്, ബിജു, വിജയൻ ഓച്ചിറ തുടങ്ങിയവർ പങ്കെടുത്തു. ശിവരാജനും സേവാഭാരതി ചിറ്റിലപ്പള്ളിയും ഫൗണ്ടേഷൻ ചേർന്ന് നൽകിയ വീട് എല്ലാ പാവപ്പെട്ടവർക്കും ഒരു മാതൃകയായിട്ടാണ് സേവാഭാരതി ഈ പ്രവർത്തികൾ ചെയ്യുന്നത്. അതുകൊണ്ട് വാർഡ് മെമ്പർ എന്ന രീതിയിൽ എനിക്ക് വളരെയേറെ അഭിമാനമുണ്ട്. സേവാഭാരതിയുടെ ഈ പുണ്യപ്രവർത്തനം ഇനിയും ഉണ്ടാകും. അതുപോലെ നിരവധി കുടുംബങ്ങൾക്ക് വീടില്ലാത്തവർക്ക് വീടുണ്ടാകട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ആശംസിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പ്രധാന വാർത്തകൾ വീണ്ടും. കപ്പലപകട നഷ്ടപരിഹാര ഡെസ്കിന്റെ തീരുമാനം അംഗീകരിക്കില്ലെന്ന് ധീവരസഭ. നാമമാത്രമായ നഷ്ടപരിഹാരം നിരസിച്ച് കോടതിയെ സമീപിക്കുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി B ദിനകരൻ. വീടും വസ്തുവും ഈടുവെച്ചെടുത്ത വായ്പാ തുക തിരിച്ചടച്ചില്ല. വായ്പയെടുത്ത വിമുക്തകരൻ കുടുംബത്തെ ഉപേക്ഷിച്ചു. പ്രതിസന്ധിയിലായി വീട്ടമ്മയും 2 മക്കളും. ജപ്തി നടപടിയുമായി ബാങ്ക്. 1 കിലോ കഞ്ചാവുമായി 2 പേർ പിടിയിൽ. വള്ളികുന്നം സ്വദേശി സുരേഷ്, കച്ചാനം ഇലപ്പക്കുളം സ്വദേശി സവാദ് എന്നിവരാണ് പിടിയിലായത്. ശാസ്താംകോട്ട എക്സൈസ് സംഘമാണ് ഇവരെ പിടികൂടിയത്. കേരള വിഷൻ, സൗത്ത് വിഷൻ, സ്റ്റാർ അവാർഡുകളുടെ 2ാം ഘട്ട വിതരണം നടത്തി. PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സഹകരണത്തോടെയാണ് 2ാം ഘട്ട അവാർഡുകൾ വിതരണം ചെയ്തത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.